സ്ഥലങ്ങളിൽ പൂർണ്ണമായിട്ടും BJP തന്നെ മുന്നോട്ട് ഭരിക്കും. നല്ല പ്രവർത്തനങ്ങളായിരിക്കും അവർ കാഴ്ചവെക്കുന്നത്. നമുക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. പിടിക്കും ഇന്നലെ നാളെ പിടിച്ചിരിക്കുന്നു. 2025 തദ്ദേശ തിരഞ്ഞെടുപ്പ് സമയത്ത് BJP പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വികസനമായിരുന്നു. ആ വികസനം മുൻനിർത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള പ്രചാരണം അങ്ങനെ രാജ്യത്ത് വലിയ രീതിയിലുള്ള വലിയൊരു പ്രതീക്ഷയായിട്ട് BJP അധികാരത്തിലേക്ക് വരുന്നു. തലസ്ഥാന നഗരി തന്നെ BJPയുടെ ആദ്യ കോർപ്പറേഷനായിട്ട് മാറുകയും ചെയ്തു. അങ്ങനെ VV രാജേഷ് മേയർ ആയതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നിപ്പോൾ തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുകയാണ്. 45 ദിവസത്തിനുള്ളിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുക എന്നാണ് രാജീവ് ചന്ദ്രശേഖർ ആദ്യം പറഞ്ഞതെങ്കിൽ 27ാം ദിവസം തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. തലസ്ഥാന നഗരിക്ക് കേരളത്തിന് വലിയ പ്രതീക്ഷകൾ മുന്നോട്ട് വച്ചുകൊണ്ടാണ് ഇന്ന് പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നത്. നമ്മളീ കാണുന്ന ജനക്കൂട്ടം എന്ന് പറയുന്നത് മോദിയെ കാണാൻ വേണ്ടി എത്തിയിരിക്കുന്ന ജനക്കൂട്ടമാണ്. അയ്യപ്പ വിശ്വാസമടക്കം മുൻനിർത്തിക്കൊണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്ന് പ്രധാനമന്ത്രിയെ തിരുവനന്തപുരത്തേക്ക് വരവേറ്റത്. എന്തായാലും ജനങ്ങളുടെ പ്രതികരണം എന്താണ്, അവരുടെ പ്രതീക്ഷ എന്താണ് എന്ന് കൂടെ നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ട്. ഒരുപാട് ആളുകൾ, ഈ കാണുന്ന ആളുകളൊക്കെ തന്നെ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ കാണാൻ വേണ്ടി കാത്തിരുന്ന ആളുകളാണ്. എന്തായാലും മാറേണ്ടത് മാറും എന്ന് തന്നെയുള്ള ആ ഒരു മുദ്രാവാക്യം, അതിൽ ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് BJPയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തുടക്കം മുതൽ തന്നെ ഒരുപാട് വിഷയങ്ങളിൽ തിരുവനന്തപുരം മേയറായിട്ട് VV രാജേഷ് അധികാരത്തിലേറിയതിനു ശേഷം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇനിയും മുന്നോട്ട് ഇതേ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തന്നെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ BJP നൽകുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള വരവ്. അദ്ദേഹത്തിന്റെ വരവ് ഒരുപക്ഷെ തിരുവനന്തപുരത്ത് മാത്രമല്ല, മറിച്ച് കേരളത്തെ ഒന്നടക്കം വികസനത്തിന്റെ പാതയിലേക്ക് മാറ്റുമെന്നുള്ള ആ ഒരു പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് തന്നെ എത്തിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇന്ന് പ്രധാനമായിട്ടും കേന്ദ്രത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നിരവധി വികസന പദ്ധതികളുടെ ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി ഉദ്ദേശിക്കുന്നത്. അതേസമയത്ത് തിരുവനന്തപുരത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത് ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകില്ല എങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ചർച്ചകൾ VV രാജേഷുമായിട്ടും പാർട്ടിയുമായിട്ടൊക്കെ കൂടിച്ചേർന്നുകൊണ്ട് നടത്താനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും ആ പ്രധാനമന്ത്രിയുടെ ആ ഒരു പ്രസ്താവനകൾ അല്ലെങ്കിൽ ആ ഒരു പ്രഖ്യാപനം അത് തന്നെയാണ് കേരള സമൂഹം ഒന്നടങ്കം ഉറ്റുനോക്കുന്നത്. 27ാം ദിവസം തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് BJP അധികാരത്തിലേറി 27ാം ദിവസം തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി. ആവേശത്തിലാണ് തിരുവനന്തപുരം തലസ്ഥാന നഗരം ഒന്നടങ്കം. ഈ കാണുന്ന ജനങ്ങളൊക്കെ തന്നെ പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി കേരളത്തിന്റെ നാനാഭാഗത്തു നിന്ന് എത്തിയിട്ടുള്ള ആളുകളാണ്. വലിയ രീതിയിലുള്ള തിരക്ക് അദ്ദേഹത്തെ കാണാൻ വേണ്ടി റോഡ് ഷോയുടെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഇനി അദ്ദേഹം പ്രധാന പരിപാടിയിലേക്കാണ്, ഉദ്ഘാടന ചടങ്ങുകളിലേക്കൊക്കെ കടക്കുകയാണ്. ആ ഉദ്ഘാടന ചടങ്ങിലാണ് തിരുവനന്തപുരത്തെയും കേരളത്തെയും സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആ ഒരു പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വലിയ മാറ്റങ്ങൾ, വലിയ പ്രസ്താവനകൾ ഇതൊക്കെ വരുമ്പോൾ തിരുവനന്തപുരത്തിന്റെ മാത്രമല്ല കേരളത്തിന്റെ തന്നെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് BJP ഒരു കാരണമാകുമെന്ന് പറയുന്നു. അതേപോലെ തന്നെ വരുന്ന തിരഞ്ഞെടുപ്പിനും ഈ ഒരു വരവ്, പ്രധാനമന്ത്രിയുടെ ഈ ഒരു വരവ് വലിയ രീതിയിലുള്ള പ്രതീക്ഷയാണ് നൽകുന്നതെന്നാണ് ജനങ്ങൾ തന്നെ പ്രതികരിക്കുന്നത്.
പ്രതീക്ഷയാണ് പ്രധാനമന്ത്രിയുടെ ഈ ഒരു വരവിലൂടെ ഉദ്ദേശിക്കുന്നത്. ചേട്ടാ, മോദിയെ കണ്ടോ? എന്താണ് വലിയ മാറ്റങ്ങളൊക്കെ? വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. എന്തൊക്കെയാണ് മാറ്റങ്ങൾ? ഒരുപാട് മാറ്റങ്ങളുണ്ടാകും. ബിജെപി കേരളം പിടിക്കുമോ? പിടിക്കും. എവിടുന്നാ വരുന്നത്? ഞങ്ങള് നന്ദിയോട് പഞ്ചായത്ത് അവിടുന്ന് വരുവാണ്. അവിടുന്ന് മെമ്പറാണ്, ഒരു വാർഡ് മെമ്പറാണ്. അപ്പൊ ഒരുപാട് പ്രതീക്ഷകൾ നമ്മൾ ആദ്യമായിട്ട് ഭരണം പിടിച്ചിരിക്കുകയാണ് ബിജെപി. അപ്പൊ ജനങ്ങൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുത്തു കഴിഞ്ഞു. അതൊക്കെ എപ്പോഴാണ്, എങ്ങനെയൊക്കെയാണ് സാധ്യമാക്കാൻ പോകുന്നത്? വരും കാലങ്ങളിൽ പൂർണ്ണമായിട്ടും BJP തന്നെ മുന്നോട്ട് ഭരിക്കും. നല്ല പ്രവർത്തനങ്ങളായിരിക്കും അവർ കാഴ്ചവെക്കുന്നത്. നമുക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ഈ VV രാജേഷ് മേയർ ആയതിനു ശേഷം ഉണ്ടായിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളും ജനങ്ങൾ ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ അദ്ദേഹം നേരിട്ട് വന്ന് ക്ലീനിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഒരു നിർദ്ദേശം കൊടുക്കുന്നില്ല, അദ്ദേഹം തന്നെ നേരിട്ട് പ്രവർത്തനങ്ങളാണ്. അപ്പോൾ എന്താണ് VV രാജേഷിന്റെ ജനങ്ങൾക്ക് പ്രതീക്ഷ? ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കാനുണ്ട്. 5 വർഷം കൊണ്ട് നല്ല ഇതായി. ചേട്ടാ, വലിയ ആവേശമാണല്ലോ. തിരുവനന്തപുരത്ത് പിടിച്ചു കഴിഞ്ഞു. ഇനി കേരളം BJP പിടിക്കും. ഇന്നലെ നാളെ പിടിച്ചിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്താണ് പറയുന്നത്? അതൊക്കെ അവര് ചെയ്ത തെറ്റുകളാണ്. നമ്മളെ ഭാരത് മാതാക്ക്